ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ഇടപെടാൻ റായ്പൂരിലെത്തിയ ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ നീതിപൂർവമായ പരിഹാരമുണ്ടാകുമെന്ന് അനൂപ് ആന്റണി വ്യക്തമാക്കി. കേരളത്തിൽ നിന്ന് ഇന്ന് രാവിലെയാണ് ബി.ജെ.പി പ്രതിനിധി അനൂപ് ആന്റണി ഛത്തീസ്ഗഡിലെത്തിയത്. വിഷയവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മയുമായി കൂടിക്കാഴ്ച നടത്തിയ അനൂപ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ നീതിപൂർവമായ പരിഹാരമുണ്ടാകുമെന്ന് ജനം ടിവിയോട് പറഞ്ഞു. ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തെ സംബന്ധിച്ച് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള പല വ്യത്യസ്ത സാഹചര്യങ്ങളുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു നക്സലിസത്തിൻ്റെ ഒരു വലിയ ഒരു കേന്ദ്രമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വന്നിരിക്കുന്ന ഒരു ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നക്സലൈറ്റുകളുടെ ഒരു മെയിൻ കേന്ദ്രമാണ്. അവിടെ സർക്കാരുകൾക്ക് പോലും കടന്നു ചെല്ലാൻ പാടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് എന്നാണ് ഈ പെൺകുട്ടികൾ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഫാക്ട്സ് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ലഭിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് എനിക്ക് ഇന്നത്തെ ഒരു ചർച്ചയിൽ കൂടി ആദ്യമായിട്ട് എനിക്ക് പിടിയിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. വിഷയത്തിൽ പ്രതിപക്ഷം കളിക്കുന്നത് കഴുകന്റെ രാഷ്ട്രീയമാണ്. നിയമത്തെ അട്ടിമറിച്ചല്ല സർക്കാർ ഇടപെട്ടത്. സിസ്റ്റർമാരുടെ കാര്യത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പെൺകുട്ടികളെ നക്സൽ ബാധിത മേഖലയിൽ നിന്നും എത്തിച്ചതിൽ അടക്കം കൂടുതൽ പേരിലേക്ക് അന്വേഷണം നടക്കുന്നതായും അനൂപ് ആന്റണി അറിയിച്ചു. ഛത്തീസ്ഗഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നക്സലിസം പോലുള്ള ഇത്രയും വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്ത്, ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലത്ത്, ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇതിനെ നോക്കിക്കാണുന്നതിന് പകരം ഒരു നമ്മുടെ കേരളത്തിലുള്ള ഒരു കഴുകൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പല കഥകളും വന്നിട്ടുള്ളത്. നമ്മുടെ സിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, കാരണം ഇതിനകത്ത് മറ്റ് പലരും ഇൻവോൾവ് ആണ്. കാരണം മറ്റ് പലരും ഉണ്ട്. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ കൂടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പലരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കാര്യത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന്. കാരണം ഇത് നമ്മുടെ കന്യാസ്ത്രീമാരെ ബാധിക്കുന്ന ഒരു വിഷയം മാത്രമല്ല, അവരുടെ ഇന്റേണൽ സെക്യൂരിറ്റിയെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം ഉണ്ടാവും തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. കേരള ബി.ജെ.പി കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ട്. കന്യാസ്ത്രീകളെ കുടുക്കിയതാണോ എന്നതിലടക്കം അന്വേഷണം വേണം. പ്രതീക്ഷ നൽകുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും വിജയ് ശർമ്മ അറിയിച്ചുവെന്നും അനൂപ് ആന്റണി പറഞ്ഞു. ജനം, ഡൽഹി.